UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ മധ്യ കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെട്രോ വികസനം മുതൽ കർഷകരുടെ ആവശ്യങ്ങൾ വരെ പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യമേഖല അടക്കമുള്ള സേവന രംഗത്തും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യ കേരളത്തിലെ ജില്ലകൾ ഈ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് കർഷകർ തന്നെയാണ്. റബ്ബറിന്റെ താങ്ങുവില 230 രൂപയാക്കുമെന്നും കാലക്രമേണ അത് 300 ഉയർത്തുമെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് UDF പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് കർഷകർ ഉറ്റുനോക്കുന്നത്. ഒപ്പം നെൽകർഷകരുടെ കുടിശ്ശിക നൽകുന്നതിനടക്കമുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ സീസണിൽ തന്നെ 25-26 750 കോടിയോളം രൂപ നെൽകർഷകർക്ക് കിട്ടാനുണ്ട്. കർഷകർക്ക് ഈ തരംതിരിച്ച ഭൂമിയിൽ നിന്നും കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 1900 രൂപയുണ്ട്. അത് ഹൈക്കോടതി തന്നെ പറഞ്ഞത് കർഷകർക്ക് വേണ്ടി അത് ഉപകാരപ്രദമാക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലും കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല. സ്ഥിരമായ ഒരു മാനദണ്ഡം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നെൽകർഷകർക്ക് ഇവിടെ ഇനി നിലനിൽക്കാൻ പറ്റൂ. അതിന് ചുക്കാൻ പിടിക്കുവാൻ ഈ പുതിയ സർക്കാരിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൊച്ചി മെട്രോയിലും IT മേഖലയിലും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. എരുമേലി വിമാനത്താവളം, ശബരി റെയിൽപാത എന്നിവയും പരിഗണിക്കപ്പെട്ടേക്കാം. ഏറെ ചർച്ച ചെയ്യുന്ന വന്യജീവി വിഷയത്തിലും ഇടപെടലുണ്ടായേക്കും. ഇടുക്കി, കുട്ടനാട് പാക്കേജുകൾ പരിഗണിക്കണമെന്നും ആവശ്യമുണ്ട്. എല്ലാറ്റിലും ഉപരിയായി മെഡിക്കൽ കോളേജുകളുടെ വികസനവും മധ്യകേരളം ഉറ്റുനോക്കുന്നു. മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. ഇപ്പം 4 ജില്ലകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ പോലും മാറ്റിവെക്കുകയാണ്, ഫണ്ടില്ല എന്നുള്ളതിൻ്റെ കാരണത്താൽ. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ബജറ്റിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കണം. തീരദേശ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ആവശ്യമാണ്. കൂടാതെ ടൂറിസം മേഖലയുടെ വികസനവും പരിഗണിക്കപ്പെട്ടേക്കാം. സിനിമാ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം, കായിക മേഖലയുടെ വികസനം എന്നിവയും പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കാർഷിക രംഗത്തും സേവന രംഗത്തും കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ അത് മധ്യകേരളത്തിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ തന്നെയാണ് സാധാരണക്കാർക്കുള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.